നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കുറ്റിമുല്ല തൈ നിലത്ത് അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ എങ്ങനെ നല്ല വളർച്ചയോടുകൂടി നടാം എന്നതിനെ കുറിച്ചാണ്. അപ്പം ഞാൻ ഈ ഗ്രോ ബാഗ് അല്ലെങ്കിൽ കവറിൽ കാണിക്കുന്നത് അതേപോലെ നിങ്ങൾ നിലത്ത് കുഴി കുത്തി കുഴിയിൽ ചെയ്യുക എന്നുള്ള അതിൻ്റെ അളവും കാര്യങ്ങളും പറയാം. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രൂണിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ കമൻറ്റ് പറഞ്ഞിരുന്നു, പ്രൂണിങ്ങിൻ്റെ മുന്നേ തൈ നടിയിൽ കാണിക്കേണ്ടതായിരുന്നില്ലേ. ഞാനൊരു തോട്ടത്തിൽ ചെന്നപ്പോൾ അവിടെ പ്രൂൺ ചെയ്യായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് ആ വീഡിയോ എടുത്തത്. ആ തോട്ടത്തിൽ ചെന്ന സമയത്ത് പ്രൂണിങ് നടക്കുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ എങ്ങനെ ഏറ്റവും നല്ല ഗ്രോത്തിൽ ഒരു കുറ്റിമുല്ലച്ചെടി വളർത്താം എന്നതാണ് പറയുന്നത് കേട്ടോ. അത് കൃത്യമായ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. അതുമായിട്ട് ഞാൻ ഒരു ഒരടി ആഴമുള്ള ഒരു പ്ലാസ്റ്റിക് ഗ്രോ ബാഗ് എടുത്തു. ഇത് 2 ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് 2-3 കൊല്ലം ഒക്കെ നിൽക്കുന്ന നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്, ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഗ്രോ ബാഗാണ് കേട്ടോ. ബ്ലാക്ക്, നിറയെ ഹോളൊക്കെ ഉണ്ട്. ഇതിൽ വലിയ ഗ്രോ ബാഗാണ്, 1 അടി ആഴമുണ്ട്. നിങ്ങൾ നിലത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ 1.5 അടി ആഴം ഉള്ള സ്ഥലമായിരിക്കണം. കുറച്ച് നനവ് കുറഞ്ഞ, ഈർപ്പം കുറഞ്ഞ സ്ഥലമാണെങ്കിൽ 1.5 അടിയിലേറെ ആഴം, 2 അടി വരെ ആക്കാം. അല്ലെങ്കിൽ നോർമൽ സ്ഥലങ്ങളിലൊക്കെ 1.5 അടി ആഴം, ഏകദേശം 1.5 അടി വ്യാസവും വേണം. അപ്പോൾ ഇതിപ്പോൾ ഒരു 3/4 അടി വ്യാസവും 1 അടി ആഴമുള്ള ഗ്രോ ബാഗാണ് കേട്ടോ. അത് ഗ്രോ ബാഗ് എടുത്തപ്പോൾ ഈ സൈസ് ആയി എന്നുള്ളൂ. നിലത്താണെങ്കിൽ നിങ്ങൾ 1.5 അടി ആഴം, ഏകദേശം 1.5 അടി വ്യാസമുള്ള ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിക്കകത്ത് അതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഒരു ചിരട്ടയിൽ കിട്ടുന്ന അളവിലുള്ള അത്രയും കുമ്മായം അതിൻ്റെ ഭിത്തിയിലും അടിഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് നേരിട്ട് ഗ്രോ ബാഗിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ നോക്കുക, ഞാൻ ഗ്രോ ബാഗ് എടുത്തു. ഈ ഗ്രോ ബാഗിലേക്ക് ഇവിടെ ഞാൻ നമ്മളല്ലേ വേനൽ സമയത്തൊക്കെ നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മണ്ണുണ്ട് കേട്ടോ. ഈ വലിയ ഗ്രോ ബാഗിൽ മണ്ണുണ്ട്. ഈ മണ്ണ് ഞാൻ ഈ ഗ്രോ ബാഗിലേക്ക് ഇടാം. വളരെ കുറച്ച് ഇതിലേക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതിലേക്കൊന്ന് കാണിച്ചു കൊടുക്കുക. കുറച്ച് മണ്ണതിൽ, നല്ല ഉണങ്ങിയ മണ്ണാണ് കേട്ടോ. ആ ഉണങ്ങിയ മണ്ണ് ഗ്രോ ബാഗിലിട്ടു. ഇത് കുഴിയിലാവുമ്പോൾ പിന്നെ മണ്ണിടണ്ടല്ലോ, കുഴീൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഇത് കുഴിയായിട്ട് വിചാരിക്കുക, കുഴിയുടെ അടിയിൽ ഇളക്കിയിട്ട മണ്ണായിട്ട് കരുതുക. നിങ്ങൾക്ക് ഗ്രോ ബാഗിലും വെച്ചിട്ട് 2 വർഷം ഇങ്ങനെ ഗ്രോത്ത് ആക്കിയിട്ട് നിലത്ത് കുഴിച്ചിട്ടാലും നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ മണ്ണിട്ടു കേട്ടോ. മണ്ണിട്ടതിൻ്റെ ശേഷം ഈ മണ്ണിന് മുകളിലേക്ക് 2 പാത്രം ചാണകപ്പൊടി, 2 പാത്രം നല്ല ഉണക്കിയ ചാണകപ്പൊടിയാണ് കേട്ടോ. നല്ല ഉണക്കിയ ചാണകപ്പൊടി 2 പാത്രം. അതിൽ ഞാൻ 1 പാത്രം ചാണകപ്പൊടി ഇട്ടു. 1 പാത്രം ചാണകപ്പൊടി ഇവിടെ എടുത്തു വെച്ചു. ഇനി ഈ ചാണകപ്പൊടിയുടെ മേലെ ഞാൻ ഒരു ഗ്രോ ബാഗിൽ ഞാൻ ചെയ്യുന്നത് നോക്കുക കേട്ടോ. ഈ ഗ്രോ ബാഗിൽ കുറ്റിമുല്ലയുടെ തൈ, നഴ്സറി തൈയാണ്, കവറിലുള്ള തൈ. അത് ഞാൻ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തു. ഇതിൽ ഞാൻ എൻ്റെ വേരുപടലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിറച്ച് വേരുപടലങ്ങൾ നിൽക്കുന്നത് കണ്ടോ. ഞാൻ ഈ കവറിൽ കുത്തിപ്പിടിപ്പിച്ച തൈയാണ്. ആ തൈയിൽ വാമിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞല്ലോ. തൈ കമ്പ് കുത്തിയിടുന്ന സമയത്ത് പോലും വാമത് കൊടുത്തുകൊണ്ട് ഇത്രയും വേരുപടലങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ കവറിലുള്ള മണ്ണോട് കൂടിയ കുറ്റിമുല്ല ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചു, വെറുതെ വെച്ചു. ഇതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം കേട്ടോ. ഒന്ന് വെച്ചു. അടിയിൽ ചാണകപ്പൊടി ഇട്ടില്ല, ചാണകപ്പൊടിയുടെ നേരെ മേലെ മണ്ണോട് കൂടിയുള്ള കുറ്റിമുല്ല വെച്ചു. ഇനി രണ്ടാമത്തെ കുറ്റിമുല്ല തൈയും കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇതിൻ്റെ വേരുപടലങ്ങളൊക്കെ കാണാലോ. ഞാൻ പറഞ്ഞല്ലേ വാമിൻ്റെ അപ്പുറത്തെ ഈ വേരുപടലങ്ങൾ ഈ കുറ്റിമുല്ല തൈയും ഇതിൽ വെച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ അപ്ടെക്കിൻ്റെ അതുപോലെ വാം
ഇതിൻ്റെ ഉള്ളിലേക്ക് വാമിടുന്നത് ഇതിൻ്റെ വേരുപടലങ്ങൾ ഈ കവറിൽ നന്നായി വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാമെടുത്തു. വാമിൻ്റെ പ്രത്യേകത പറഞ്ഞു. വാമ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ വേരുപടലങ്ങൾ ദൃഢമാവുകയും അതേപോലെ വേരിൻ്റെ ഉപരിതല വിസ്തീർണം വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ വേര് നല്ല നീളവും വലിപ്പവും വയ്ക്കും, ധാരാളം ആഹാരം സ്വീകരിക്കാൻ കഴിയും. ഇതിൽ നോക്കട്ടെ, വാമ ഞാൻ ഈ പൊടിയാണ്, പൗഡർ വാമ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. 1 സ്പൂൺ വാമാണ് ഒരു ചെടിക്കുന്നുണ്ട്. ഒരു സ്പൂൺ വാം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മളുടെ വെർമി കമ്പോസ്റ്റ് 1 കിലോ വെർമി കമ്പോസ്റ്റ് എങ്കിലും ഇതിൽ വേണം. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ കവറിൽ 1 കിലോ ആണ്, ഞാൻ 1/2 കിലോ വെർമി കമ്പോസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇടുക കേട്ടോ. കാണുന്നില്ലേ? 1/2 കിലോ വെർമി കമ്പോസ്റ്റ് ഈ ഗ്രോ ബാഗിലേക്ക് ഇട്ടു. ഇനി നമ്മളുടെ നീം കേക്ക് എടുത്തിട്ട് നീം കേക്ക് നമ്മളെ വേപ്പും പിണ്ണാക്ക്, അത് ചതച്ചതാണ് കേട്ടോ. വേപ്പും പിണ്ണാക്ക് വേര് ചതച്ചതാണ്. അത് ഏകദേശം 1/2 കിലോ ഇട്ടിട്ടില്ല കേട്ടോ, ഒരു 250 ഗ്രാമിലേറെ വേപ്പും പിണ്ണാക്ക് ഞാൻ ഈ ഗ്രോ ബാഗിലിട്ടു. ഇതിന്റെ തൊട്ട് വലിയ ഗ്രോ ബാഗാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇനി ഒന്നുള്ള സാധനം, വേരുപടലങ്ങൾ നല്ലോണം വേരുണ്ടാവാൻ ഫോസ്ഫറസ് വളങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളുടെ ബോൺ മീൽ എന്ന് പറഞ്ഞത് അതൊരു 1/2 കിലോ 250 ഗ്രാമെങ്കിലും എല്ലുപൊടി ഇട്ട് കൊടുക്കണം. 250 ഗ്രാം, ഞാൻ ഇപ്പോൾ 250 ഗ്രാം ആയിട്ടുള്ള 1/2 കിലോ വലിയ കവറാണെങ്കിൽ 1/2 കിലോ ഇട്ട് കൊടുക്കാം. എല്ലുപൊടി ഇട്ട് കൊടുത്തു. ഇപ്പൊ ഇതില് അടിയിൽ മണ്ണ്, അതിന്റെ മേലെ ചാണകപ്പൊടി, അതിന്റെ മേലെ തയ്യിറക്കി വെച്ചു, വാമ് കൊടുത്തു, മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയും കൊടുത്തു. ഇത്രയും സാധനങ്ങൾ ഇതിൽ കൊടുത്തു. ഇനി ബാക്കി നമ്മളെ കയ്യിൽ കുറച്ച് ചാണകപ്പൊടി, 1 കപ്പ് കൂടി, ഏകദേശം 1.5 കിലോന്റെ അടുത്ത് ചാണകപ്പൊടി നമ്മൾ ഇതിൽ യൂസ് ചെയ്യാം കവറിനനുസരിച്ച്. ബാക്കി ചാണകപ്പൊടിയും കൂടി ഇട്ടു. ഇപ്പൊ ഇതില് മണ്ണ്, അടിയിൽ കുറച്ച് മണ്ണുള്ളൂ കേട്ടോ, മണ്ണാണ്. ഇനി ബാക്കി മണ്ണ്, അതായത് ഇപ്പൊ ചാണകപ്പൊടിയാണ് ഇട്ട്, ബാക്കി മണ്ണ് ഇതിലേക്ക് ഒന്ന് വീഡിയോ കാണിച്ചു കൊടുക്കാം. ബാക്കി നല്ല ഉണങ്ങിയ മണ്ണ് കൂടി ഇതിലേക്ക് ഇട്ടു. ഇതിൽ ഞാൻ ഇവിടെ കൊണ്ടുവച്ച മറ്റൊരു സാധനം ചകിരിപ്പൊടിയാണ്. ചകിരി കമ്പോസ്റ്റ്, ചകിരിച്ചോറ് ആണ് ചകിരിപ്പൊടി. ഞാൻ അത് ഇതിലിടുന്നില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ മണ്ണില് ഞാൻ ചകിരിപ്പൊടിയും മണ്ണും കൂടിയിട്ട് മുന്നെടുത്ത് വെച്ച സാധനമായിരുന്നു. മണ്ണിൻ്റെ ഒപ്പം കുറച്ച് ചകിരിപ്പൊടി ചേർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ചകിരിപ്പൊടി ഇടുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ വളങ്ങളും കൊടുത്തു. അപ്പൊ അത്യാവശ്യം ബേസ് ആയിട്ടുള്ള എല്ലാ വളവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും പേരൊക്കെ ഞാൻ പറയുകയും ചെയ്തു, കാണിച്ചു തരും ചെയ്തു. ഇനി ചെയ്യുന്ന മറ്റൊരു കാര്യം നോക്കുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നട്ട് 1 മാസം കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാനത് പറയുകയാണ്. ഇവിടെ തൈ നട്ടു, 2 തൈ ഒരു ഗ്രോ ബാഗിൽ നട്ടു. ഇനി വേണമെങ്കിൽ 3 തൈ ഒരു ഗ്രോ ബാഗിൽ നട്ടു കൊടുക്കാം. ഇതിനേക്കാൾ വലിയ ഗ്രോ ബാഗാണ് ഇത്. ഞാൻ ഇത് എടുക്കാൻ കാരണം, ഇത് ഒരു കൊല്ലം ഈ ഗ്രോ ബാഗിൽ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴിയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ, കാരണം ഡെയിലി വളം കൊടുത്തുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് പരിപാലിക്കാം. ഇപ്പൊ തൈ നട്ടു കേട്ടോ, തൈ നട്ട് എല്ലാ കാര്യവും പറഞ്ഞല്ലോ. ഇനി നാളെ തൊട്ട് ഞാൻ ഇതിന്റെ പരിപാലനമാണ്. ഞാൻ ഒരു 4 ദിവസത്തേക്ക് ഇതിൽ, മഴയത്താണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, മഴ ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഈ വാമ സാധനമൊക്കെ ഞാൻ ഇട്ട് മണ്ണൊലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, മണ്ണിലൂടെ വളം പോകാതിരിക്കാൻ വേണ്ടി ഒരു 4 ദിവസം ഞാൻ ഉള്ളിൽ വെക്കും. ഉള്ളിൽ വെച്ചാൽ വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മളെ UV ഷീറ്റിന്റെ ഷെഡിലേക്ക് വെച്ചിട്ട് ഒരു നന കൊടുക്കും. ഈ നന കൊടുത്തിട്ട് ഇനി ഇതിന്റെ ഓരോ ഘട്ട പരിപാലനം, ഇതിന്റെ ഒരു പ്രൂണിങ് ഉണ്ട്. ഈ പ്രൂണിങ് നമ്മളിപ്പോൾ തൈകളിൽ നമ്മൾ എന്താ പറയുക, ചെണ്ടുമല്ലിയിൽ ചെയ്ത പോലെ ബേബി പ്രൂണിങ് എന്നിട്ട് ഏറ്റവും ചെറുതായിട്ട് പ്രൂൺ ചെയ്യും. അതുപോലെ തൈ നട്ട് ഇതിനൊരു ചെറിയ തൈയായിട്ട് കരുതി കഴിഞ്ഞാൽ ഈ തൈയിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫസ്റ്റ് ഒരു പ്രൂണിങ് കൊടുക്കും, ബേബി പ്രൂണിങ്. ഈ ബേബി പ്രൂണിങ് എന്ന് പറഞ്ഞത് പോലും ഒരു ഹാർഡ് പ്രൂണിങ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ചെണ്ടുമല്ലി ചെയ്ത പോലെ ധാരാളം കൊമ്പും ചിലയും അടിയിലേ ഉണ്ടാവണം. നിങ്ങളിപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നട്ടു വളം ഇങ്ങനെ കൊടുത്താൽ സംഭവിക്കുന്നത്, ഈ തണ്ടുകൾ നീണ്ടു വലുതാവും, എന്നിട്ട് ആ വലിയൊരു ചെടിയാവും. പക്ഷെ വലിയ ചെടിയാകുമ്പോഴേക്കും തണ്ടിന് ഈ 2 തണ്ടുള്ളത് കൊണ്ട് ബലം കുറവായിരിക്കും.
അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് അടിയിൽ നിന്നും ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടാവണം, അതിന് കൃത്യമായി ചെയ്യണം. അപ്പോൾ തൈനടിയിലിൻ്റെ കാര്യം വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ ഈ തൈ അല്ല കേട്ടോ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്. ഏകദേശം 2 അടി ഹൈറ്റുള്ള, 1.5 അടി 2 അടിയോളം ഹൈറ്റുള്ള വലിയ തൈകളാണ്. അതിപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തോടു കൂടി, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തോടു കൂടി നമുക്ക് ലഭ്യമാകുന്ന തൈകൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് നേരിട്ടോ അല്ലെങ്കിൽ അയച്ചു തരും. പക്ഷേ ഇതിപ്പോൾ ചെറിയ ചെടി ഉണ്ടായിരുന്ന, കവറിലുണ്ടായിരുന്ന കുറച്ച് ചെറിയ ചെടി, അത് നിങ്ങൾക്ക് സാമ്പിൾ എങ്ങനെയാണെന്നാണ്, നടിയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തന്നെ. അപ്പോൾ ഈ കുറ്റിമുല്ല കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നടിയിൽ രീതി പ്രയോഗിക്കുക. ഇപ്പോൾ ഇത് ഗ്രോ ബാഗ് ആണെന്ന് പറഞ്ഞു, ഇതേപോലെ നിലത്താണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ കുഴി കുത്തുക. കുഴി കുത്തിയിട്ട് ഇപ്പോൾ ഇതിൽ ചെയ്ത പോലെ, ഇതിൽ കുമ്മായിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, കുഴി കുത്തി കഴിഞ്ഞാൽ കുഴീൻ്റെ ഉള്ളിൽ അടിയിൽ ചാണകപ്പൊടി ഇട്ട് ഇതേ പ്രൊസീജിയർ ചെയ്യുക. ഇതേ പ്രൊസീജിയർ ചെയ്തിട്ട് 1 ആഴ്ച കൃത്യമായി നനയ്ക്കുക. എന്നുമല്ല, മഴ ഇല്ലെങ്കിൽ നനച്ചു കൊടുക്കുക. ഇതൊന്ന് വേര് അതിലേക്ക് പിടിക്കട്ടെ. പക്ഷേ ഒരിക്കലും ഇത് ഇളകിപ്പോകാത്ത തൈ, വേര് പറിച്ചതല്ല, തൈ അല്ലാത്ത മണ്ണോട് കൂടിയ തൈ ആയതുകൊണ്ട് യാതൊരു വാട്ടോ അസുഖമോ വരുന്നില്ല. ഇതാണ് കുറ്റിമുല്ലയുടെ ഒരു നല്ല നടിയിൽ മാർഗം. ഇനി ഇതിൻ്റെ സീരീസ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു ഗ്രോ ബാഗിനെ വെച്ചിട്ട് തന്നെയായിരിക്കും അടുത്ത ഭാഗങ്ങൾ പറയുക. ഇതിൻ്റെ ഓരോ ഘട്ടവും നിങ്ങൾക്ക് എന്താണ് ഓരോ ഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം.